ടോമി 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 ഇവരെ പിടിക്കാനായി ഉടൻ തന്നെ പരേഡിന് തയ്യാറായിക്കൊള്ളൂ. ഗുരു, ഇന്ന് നമ്മൾ സുൽത്താൻ നഗർ വിട്ടു പോകേണ്ട സമയം എത്തിയെന്നാണ് തോന്നുന്നത്. അതേടാ എന്റെ പോലെ. ഗുരു, ഈ വരുന്ന ന്യൂ ഇയറിന് അങ്ങെടുക്കാൻ പോകുന്ന പ്രതിജ്ഞ എന്താണ്? പ്രതിജ്ഞയോ? അവരവരുടെ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാകണം, നാടിനെ വൃത്തിയായി സൂക്ഷിക്കണം. മനസ്സിലായോ? അതിനുവേണ്ടി ന്യൂ ഇയർ വരെ വെയിറ്റ് ചെയ്യാൻ വല്ല ആവശ്യമുണ്ടോ? ഇങ്ങോട്ട് നോക്ക്. ജവാൻ പോലെ നീ എന്ത് പ്രതിജ്ഞയാണ് എടുക്കാൻ പോകുന്നത്? ഞാനോ? എപ്പോഴെങ്കിലും എന്റെ പ്രിയപ്പെട്ട മുത്തശ്ശന മുത്തശ്ശിക്കോ അപ്പൂപ്പനോ അമ്മച്ചിക്കോ എന്തെങ്കിലും ആവശ്യം വന്നാ എന്റെ എല്ലാ ജോലിയും കളഞ്ഞിട്ട് ഞാൻ അവരെ പോയി സഹായിക്കും. വെരി ഗുഡ്. അല്ല, അങ്ങനത്തെ പ്രതിജ്ഞ എന്താണെന്ന് പറയൂ മേജർ സാർ. ഞാനോ? ഞാൻ ആരോടും ഇനി ഒരിക്കലും ദേഷ്യപ്പെടുകയില്ല. ദേഷ്യപ്പെടുന്നത് കൊണ്ട് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നശിച്ചു പോവുകയാണ്. അത് ഞാനിപ്പോൾ മനസ്സിലാക്കി. എന്റെ പൊന്നെ മേജർ സാറേ, ഈ കഠിനമായ കാര്യം അങ്ങയെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുമോ? എന്റെ മേജർ സാറേ, ഇത് വിട്ടേക്ക്, അതാണ് അങ്ങക്ക് നല്ലത്. എന്നോട് നീ ചാലഞ്ച് ചെയ്യേണ്ട ജവാൻ. ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്, ഇനി ഒരിക്കലും ഞാൻ ദേഷ്യപ്പെടുകയില്ല. അടിപൊളിയാണ് ഗുരു. മേജർ സാർ ദേഷ്യപ്പെടില്ല എന്ന പ്രതിജ്ഞ പോലും എത്ര ദേഷ്യത്തോടെയാണ് എടുത്തിരിക്കുന്നത്. അതേടാ എന്റെ ചക്കര പോലെ, നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഈ മേജർ സാർ കാണിക്കുന്നത് വളരെ ടൂ മച്ചാണ്. ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് മേജറിന്റെ ദേഷ്യത്തിനോടൊപ്പം ഡിഷും ഡിഷും. ഓ എന്റെ ആശാനേ, അത് എങ്ങനെ? അതെന്താണെന്ന് എനിക്ക് തന്നെ അറിയുകയില്ല. എന്നാൽ ആൽബർട്ടോയെ പോയി കണ്ടാൽ തീർച്ചയായിട്ടും അതിന് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടും. രുചിയുള്ള ആഹാരമാണ് പാസ്ത. നിനക്ക് ആവശ്യമുള്ളത് നീ തന്നെ എടുത്തോളൂ. ആഹാരം കഴിക്കുമ്പോൾ എന്നെ ശല്യപ്പെടുത്തുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. മമ്മിയ. ആൽബർട്ട ചേട്ടോ, നിങ്ങൾ കഴിച്ചോ പാസ്ത. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ തേടിയെടുത്തുകൊള്ളാം. പാസ്ത. ഇതെന്തായാലും കൊള്ളാമല്ലോ. ഇത് കഴിക്കൂ, എന്നിട്ട് ദേഷ്യപ്പെടൂ. മുത്തശ്ശൻ പറയുകയാണ്, ഒരാൾക്ക് ഒരു ഗുളിക മാത്രം കൊടുക്കൂ. ഒന്ന്. ഓ എന്റെ ആശാനേ, ഈ ഗുളിക കഴിച്ചിട്ട് നമ്മെ വകവരുത്താനായി മേജറെങ്ങാനും തോക്കെടുക്കുമോ? ഈ ഗുളികകൾ തീർച്ചയായും നമുക്ക് വേണ്ടി ഉള്ളതല്ല. ഇത് കൊടുക്കേണ്ടത് ഗുരുവിനും ബോലേക്കുമാണ്. കണ്ടോ ഇത് വെച്ച് എന്ത് ചെയ്യാൻ പോകുന്നു ആശാനേ? ഇട്ടുകൊള്ളൂ ഈ ബോട്ടിലിൽ ഗുളിക. ഇത് കഴിച്ചു കഴിയുമ്പോൾ മേജറിനുണ്ടാകും കലി. മേജർ, ഞാൻ അങ്ങേക്ക് വേണ്ടിയാണ് ഈ എനർജി ഡ്രിങ്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ ഞങ്ങൾ ഈ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. ഞാൻ അങ്ങയുടെ ആശീർവാദം വാങ്ങാൻ വേണ്ടിയാണ് വന്നത്. അതെയോ? ഒരു ജവാന് എപ്പോഴും എനർജി ആവശ്യമാണ്. കുടിച്ചുകൊള്ളൂ. മേജർ,
മേജർ എന്തെങ്കിലും ആകുന്നുണ്ടോ അങ്ങക്ക്? അങ്ങക്ക് വല്ലാതെ എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടാകുന്നുണ്ടോ? എന്തെങ്കിലും സംഭവിച്ചോ? എന്തെങ്കിലും സംഭവിച്ചോ? പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നാണ്. എനിക്കൊരിക്കലും ദേഷ്യം വരികയില്ല, കാരണം അതെന്റെ ന്യൂ ഇയറിന്റെ പ്രതിജ്ഞയാണ്. മനസ്സിലായി, അങ്ങക്ക് കുറച്ചായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇല്ല, എനിക്ക് ദേഷ്യം വരുന്നേ ഇല്ല. നോക്കിയേ ദേഷ്യം വരുന്നത് കൊണ്ടാണ് അങ്ങയുടെ മുഖം ഇങ്ങനെ ആകുന്നു എന്നാണ് എനിക്ക്. ഇല്ല, എന്റെ മുഖം തന്നെ അങ്ങനെയാണ്. കണ്ടോ, വന്നു ദേഷ്യം വന്നു, കണ്ടോ ഇതാ നോക്ക് ജവാൻ, എനിക്ക് ദേഷ്യം വരുന്നില്ല. ഇല്ല, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു? വന്നു കഴിഞ്ഞു ദേഷ്യം, മേജറിന് വന്നു കഴിഞ്ഞു. അവനെ അങ്ങ് വിട്ടേക്കും മേജർ സാർ. ദേഷ്യം വന്നു. എന്റെ പൊന്ന് മേജർ സാറേ, അങ്ങക്ക് എന്താണ് പറ്റിയത്? അങ്ങ് എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെടുന്നത്? എന്നെ കണ്ടാൽ ദേഷ്യം വരുന്നത് പോലെ തോന്നുന്നുണ്ടോ? അതെ, അല്ലേടാ പോലെ. അതെ, എങ്കിൽ ഞാൻ എന്റെ ദേഷ്യം ഇപ്പോൾ കാണിച്ചു തരാം. സോറി ടോമി. ടോമി, ഇവരെ പിടിക്കാനായി ഉടൻ തന്നെ പരേഡിന് തയ്യാറായിക്കൊള്ളൂ. പരേഡ്? ഗുരു, ഇന്ന് നമ്മൾ സുൽത്താൻ നഗർ വിട്ടു പോകേണ്ട സമയം എത്തിയെന്നാണ് തോന്നുന്നത്. അതേടാ എന്റെ പോലെ. കണ്ടോ, ദേഷ്യപ്പെടുന്ന ഗുളിയുടെ മായാജാലം. മേജറിനെയും കഴിപ്പിച്ചു, അതിനോടൊപ്പം തന്നെ ടോമി ടാങ്കിനെയും കഴിപ്പിച്ചു കഴിഞ്ഞു. അത് ശരി, അപ്പോൾ ഇതെല്ലാം ആ MJ-യുടെ പണിയാണല്ലേ? മേജർ സാറിന് ദേഷ്യം വന്നതല്ല, ഇവൻ വരുത്തിച്ചതാണ്. എടാ എന്റെ പൊന്നു ചക്കര പോലെ, ഇങ്ങനെ ഓടുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലടാ. മേജർ സാർ വെടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി തീരും, മനസ്സിലായോ? ടോമി, ഈ ശത്രുക്കളെ നശിപ്പിക്ക്. ഇവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ്, ഇവരെ ഉന്മൂലനം ചെയ്യേ. ഒരു നല്ല മാർഗമുണ്ട്. ഒരിക്കലും മേജർ സാർ അദ്ദേഹത്തിന്റെ വീട് നശിപ്പിക്കാൻ ഒരുങ്ങുകയില്ല. ശത്രുക്കൾ വീട്ടിനകത്തുണ്ട്. ടോമി, അവരെ നശിപ്പിക്കേ. ഈ ടോമി ടാങ്ക് വീട് നശിപ്പിക്കുന്ന തോന്നുന്നത്. എന്തെങ്കിലും ചെയ്യൂ ഗുരു. ഇനി എന്തായാലും ഒരു മാർഗമേ ഉള്ളൂ. തക്ദിൻ താളം കൊട്ടി പാടി ഗുരു പോലെ നാട്യമാടി.
എന്റെ പൊന്നു പോലെ നിന്റെ കഴിവെന്താണെന്ന് കാണിച്ചു കൊടുക്കേ. എല്ലാം അങ്ങ് പറയുന്നത് പോലെ ഗുരു. ഇതാ പിടിച്ചോ. അതേപോലെ മാപ്പ് ചോദിച്ചിട്ട് ഗുളിക പുറത്തെടുക്ക്. മേജർ അങ്കിൾ അങ്ങനോട് ക്ഷമിക്കണം, അങ്ങേ ഇങ്ങനെ തല്ലുന്നതിനായിട്ട്. ഗുരു, ഗുളിക വെളിയിൽ വന്നില്ലല്ലോ. ഒരുപക്ഷെ ഗുളിക വൈകുന്നേരത്ത് കാണില്ലായിരിക്കും. എന്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങളെല്ലാം മേജർ സാറിന്റെ വായ തുറന്ന് പിടിക്ക്. സോറി മേജർ അങ്കിൾ. എന്റെ മേജർ സാറേ, ദേഷ്യം പിടിപ്പിക്കുന്ന ആ ഗുളിക അങ്ങയെ കഴിപ്പിച്ചത് MJ ആണ്. കൂടാതെ ടോമിക്കും അത് കൊടുത്തു. അതെയോ? MJ ഞാൻ കോർട്ട് മാർഷൽ ചെയ്യും. ആ MJയെ കോർട്ട് മാർഷൽ നമുക്ക് പിന്നീട് ചെയ്യാം. ആദ്യം ടോമി ടാങ്കിന്റെ വയറ്റിൽ നിന്നും ആ ഗുളിക എടുക്കൂ. ഓക്കേ ഓക്കേ. ജവാൻ ടോമി, ഉടൻ തന്നെ ഗുളിക പുറത്തേക്ക് എടുക്ക്. പുറത്തേക്ക് എടുക്ക്. ഔ, ഔ, ഔ. എന്റെ 2 ജോലിക്കാർക്കും ഗുളിക കിട്ടി 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 കിട്ടി. എന്നാൽ അവർ എന്നെ ഒന്നും തന്നെ ചെയ്യുകയില്ല. ഇല്ല ഇല്ല ഇല്ല. ഔ. താങ്ക് യു പോലെ. എന്റെ പൊന്നു മേജർ സാർ, ഇതെന്റെ ഗുരുവിന്റെ മായാജാലമാണ്. എടാ ഇല്ലടാ ചക്കരെ, ഇത് നമ്മുടെ ടീം വർക്ക് അല്ലേ?